കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാര് എന്ന പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷെ എന്നാൽ ഈ പാട്ട് പാടിയിട്ടുള്ള KS ചിത്രയ്ക്ക് ആകാശദൂത് സിനിമ മുഴുവനായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. എന്തെന്നോ 1993 ആകാശദൂത് സിനിമ പുറത്തിറങ്ങിയ സമയത്ത് അതിന്റെ പരസ്യവാചകം ഇങ്ങനെയായിരുന്നു: ഈ സിനിമ കണ്ടിട്ട് കരയാത്തവർക്ക് വേണ്ടി 2500 രൂപ സമ്മാനം എന്ന്. ആ സിനിമ നമ്മുടെ സിബി മലയിൽ സംവിധാനം ചെയ്തിട്ട് ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. നമുക്ക് ഈ പാട്ടിന്റെ വരികളിലേക്ക് നോക്കാം. കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാര് എന്ന് പാട്ട് നമ്മൾ പലപ്പോഴും ട്രോളുകളിലൊക്കെ കേൾക്കാറുണ്ട്. എന്നാൽ ഇതിലെ കാട്ടിലെ മൈന എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നാട്ടിലൊന്നും കാണാറുള്ള മൈനയല്ല. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന മൈനയെക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള കാടുകളിലും മലമ്പ്രദേശങ്ങളിലും കാണുന്നതാണ് കാട്ടുമൈന അഥവാ ഹിൽ മൈന. ഇതിന്റെ പാട്ട് സാധാരണ മൈനയെക്കാളും കുറച്ചുകൂടി മധുരം കൂടിയതാണ്, അല്ലെങ്കിൽ ഇമ്പമേറിയിട്ടുള്ള ശബ്ദമാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. ഇതിന് നാട്ടുമൈനയെക്കാളും കുറച്ചുകൂടി തിളക്കമേറിയ കറുപ്പും മാത്രമല്ല ഇതിന്റെ കണ്ണിന് താഴെയും കഴുത്തിന് ചുറ്റുമായിട്ട് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു മാംസദളമുണ്ട്. ഇത് മാത്രമല്ല അതിന്റെ ചുണ്ടിന് നാട്ടുമൈനയ്ക്ക് മഞ്ഞ നിറമാണെന്നുണ്ടെങ്കിൽ കാട്ടുമൈനയ്ക്ക് ചുണ്ട് കുറച്ചുകൂടി ഓറഞ്ചും മഞ്ഞയും കലർന്നതാണ്. അതാണ് കാട്ടുമൈന. അപ്പോൾ കാട്ടുമൈന പാട്ട് പഠിപ്പിച്ചത് ആര് എന്നതിന് വീണ്ടും ഇതിന്റെ ചോദ്യങ്ങൾ വരുന്നത് കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചിട്ടുള്ളത് കടലാണോ, കാടാണോ, കാറ്റാണോ, പൂവുകളാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പ്രകൃതിയിലെ ഓരോ വസ്തുക്കളിൽ ഏതാണ് കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചത് എന്നാണ് കവി ഈ പാട്ടിലുടനീളം ചോദിക്കുന്നത്. ONV കുറുപ്പ് എത്ര മനോഹരമായിട്ടാണല്ലേ ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ഇതിന് ഔസേപ്പിച്ചന്റെ ഈണം കൂടിയാകുമ്പോ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഈ പാട്ട് പാടിയിട്ടുള്ളത് മുമ്പേ പറഞ്ഞതുപോലെ അത് KS ചിത്രയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സിനിമയ്ക്ക് അതായത് ആകാശദൂത സിനിമയ്ക്ക് ആ തവണത്തെ മികച്ച കുടുംബ ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. അന്ന് മാധവിയെ കൂടി മികച്ച നടിക്കുള്ള അവാർഡിന് പരിഗണിച്ചതായിരുന്നു. പക്ഷെ ഒരു സാധാരണ കുടുംബത്തിലെ സ്ത്രീ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ മേക്കപ്പ് ഉപയോഗിച്ചു എന്നൊരു കാരണം കൊണ്ടാണ് അവാർഡ് കിട്ടാതിരുന്നതെന്നൊരു അഭ്യൂഹം കേട്ടിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ഡെന്നീസ് ജോസഫ് തന്റെ ഭാര്യയുമായിട്ട് ഈ സിനിമ കാണാൻ പോയപ്പോൾ ഭാര്യ ഈ സിനിമ കണ്ട് കരയുകയും ഡെന്നീസ് ജോസഫ് പ്രേക്ഷകരുടെ ഈ കരച്ചിൽ കണ്ടിട്ട് അതൊരു നല്ല അഭിപ്രായ പ്രകടനമാണെന്ന് മനസ്സിലാക്കി ചിരിക്കുകയും ചെയ്തപ്പോൾ ഭാര്യ അത്ഭുതത്തോടെ ചോദിച്ചു, താങ്കൾ എന്ത് മനുഷ്യനാണ്, ഇത് കണ്ടിട്ട് താങ്കൾ ചിരിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ എന്റെ സിനിമ വിജയിച്ച പിന്നെ ചിരിക്കല്ലാതെ എന്താ ചെയ്യേണ്ടതെന്ന് ഡെന്നീസ് ജോസഫ് തന്റെ ഭാര്യയോട് മറുപടി പറയുകയും ചെയ്തു. അങ്ങനെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ ആകാശദൂത് സിനിമയ്ക്ക് പിന്നിലും ഈ പാട്ടിന് പിന്നിലുണ്ട്. കൂടുതൽ പാട്ടുകഥകൾക്കായി ഫോളോ ചെയ്യുക. ദിസ് ഇസ് ആരതി ഫ്രം മ്യൂസിക് സ്റ്റോറീസ്.